മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവരാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെന്ന് ആരാണ് പറഞ്ഞത്? എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിൽ വരുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും ഒരേ വീട്ടിൽ ഒരേ റൂമിൽ ഒരേ ബെഡിൽ കിടക്കുന്ന പ്രവാസികളാണ്. രാത്രി 12 മണിക്ക് ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ വരുമ്പോഴേക്കും ചിലപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ അവൻ അടുത്ത ഡീലിനായിട്ട് ഓടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നേരത്തെ വീട്ടിലെത്തിയാലും അവൻ ഫോൺ കോളിലോ ലാപ്പിലൊക്കെ തിരക്കിലായിരിക്കും. മാസാവസാനം അവളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലക്ഷങ്ങൾ കൊണ്ട് കുടുംബം മനോഹരം മുന്നോട്ട് പോകുന്നുണ്ടാവാം, വീട് മോടി പിടിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനുള്ളിലൊരു ബന്ധം തുരുമ്പ് പിടിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ദൂരെ ഇരിക്കുന്ന പ്രവാസിക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെ ഫോണിലൂടെ എങ്കിലും കാണാനൊരാഗ്രഹം ഉണ്ടാവും. എന്നാൽ കൂടെ ഉണ്ടായിട്ടും കാണാത്ത, സംസാരിക്കാത്ത ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ അനുഭവിക്കുന്നതൊരു ലിവിങ് ഡെത്താണ്. അവളുടെ സങ്കടങ്ങളോ അവളുടെ പരാതികളോ അവളുടെ ആവശ്യങ്ങളോ കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം നിങ്ങൾ ലോകം കീഴടക്കുന്ന തിരക്കിലാണ്. നിങ്ങൾ ലോകം മുഴുവൻ കീഴടക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ പരാജയപ്പെട്ടാൽ നിങ്ങളൊരു പൂർണ്ണ പരാജയമാണ്. ഒരു ബിസിനസ്സിൻ്റെ ആദ്യ നാളുകളിൽ 1-2 വർഷം വരെ സ്ട്രഗിൾ കൂടുതൽ വണ്ടി വന്നേക്കാം, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം. എന്നാൽ കാലാകാലവും നിങ്ങളുടെ ബിസിനസ് അങ്ങനെയാണ് പോകുന്നത് എങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ കാണാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനെ അല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറും ലാഭവിഹിതം മാത്രമല്ല, കൃത്യമായ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യൽ കൂടിയാണ്. ഇന്ന് രാത്രി ഫോണൊന്ന് സൈലൻറ്റ് മോഡിലിട്ട് അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക. നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളൊരു വലിയ ബിസിനസ് പരാജയമാണ്.